ഹലോ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു കട തുടങ്ങിയിട്ടുണ്ട്. താങ്ക് യു റോഡ് പോർട്സ്മൗത്തിലാണ്. കോക്കനട്ട് കൗണ്ടി എന്നാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് യുവർ ഫസ്റ്റ് ടൈം വാച്ചിങ് മൈ ചാനൽ. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് ആൻഡ് പ്രസ് ദ നോട്ടിഫിക്കേഷൻ ബെൽ. അപ്പം ഇന്ന് മെയ് 1 നമ്മുടെ തൊഴിലാളികളുടെ ദിനം. നമ്മുടെ തൊഴിലാളികളെ എല്ലാം സപ്പോർട്ട് ചെയ്യണം. നമ്മളെല്ലാം ഒരു തൊഴിലാളികളാണ്. അപ്പം നമ്മുടെ പോർട്സ്മൗത്തിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ എന്താ പറയുക കോക്കനട്ട് കൗണ്ടി എന്നാണെന്ന് തോന്നുന്നു. നമുക്കൊരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഒന്ന് എന്താ പറയുക, ഇന്ന് നല്ലൊരു വെതറാണ്. അപ്പോൾ 15-17 ഡിഗ്രി ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഗാർഡനിങ് ഒക്കെ ചെയ്യണം. അപ്പോൾ ഗാർഡനിങ് ഒക്കെ ചെയ്യുമ്പോഴേതിനും നമുക്ക് ഗാർഡനിങ്ങും പിന്നെ കുക്കിങ്ങും എല്ലാം കൂടെ ആകുമ്പോൾ നമ്മൾ എക്സോസ്റ്റ് ആയി പോകും. അപ്പോൾ ഇന്നെല്ലാം അവിടെ തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ടേക്ക് അവേ ഓർഡർ ചെയ്യാന്ന്. അപ്പോൾ നമ്മൾ ആ ടേക്ക് അവേ വന്നിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പം അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂവും പറയാം. അപ്പം നിങ്ങൾക്കും മേടിക്കാമല്ലോ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഇതാണ് നമ്മുടെ സാധനം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് റിവ്യൂ ഓപ്പൺ ചെയ്യാം കേട്ടോ. അതിൻ്റെ ബില്ലൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്താണ് ഈ മേടിച്ചേക്കണമെന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി, പൊറോത്ത, പഴംപൊരി പോർക്ക് ബീഫ്, പിന്നെ പ്രോൺ ബിരിയാണി, പിന്നെ നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഓരോന്നോരോന്ന്. അപ്പോൾ ഇതെന്താണ് സാധനം? ഇതെനിക്ക് തോന്നുന്നു ഇത് കിഴിപ്പൊറോട്ടയാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇത് എടുക്കാൻ പറ്റുന്നില്ല. ഇത് അച്ചാർ. പിന്നെ ഇതെന്താണെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. തുറന്നെടുക്കട്ടെ. എല്ലാം പേരൊക്കെ എഴുതിയാണ് കേട്ടോ. നമുക്കിത് എന്താണെന്ന് സംശയം. നല്ലൊരു വെള്ള ബാഗിലൊക്കെയാണ് പാക്ക് ചെയ്ത് തന്നേക്കുന്നത്. പിന്നെ ഒരു പ്ലാസ്റ്റിക് ബാഗ് ലീക്കായിരിക്കാം. അപ്പം അടിപൊളി. അപ്പം നമുക്ക് എന്നൊക്കെ സാധനങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ഇത് എന്താ പറയുക, െങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ ഇത് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തോ? അല്ല, പ്രോൺ ബിരിയാണി. ഇത് തുറന്ന് നോക്കട്ടെ. അപ്പോൾ ഇത് നമ്മുടെ കിഴിപ്പൊറോട്ട. നമ്മുടെ വാഴയിലൊക്കെയുള്ള സെറ്റപ്പ് സാധനം. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു സാധനം. എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ. അത് എന്നതാ, പഴം ബീഫോ എന്നതാ ആ സാധനം. സ്പൂണ്. ഇച്ചിരി മതി. അത് അവിടെ പോയി വെച്ചതാ ടേസ്റ്റ്. എന്നാ നമുക്ക് കൊണ്ട് തന്നാനാ? ചൂടുണ്ടല്ലോ അതിന്. അടച്ചു വെക്കാം. ഇതെന്താ? ഇത് പ്രോൺ ബിരിയാണി. അത് ബിരിയാണി അത് നിനക്കാണോ? അതാണ്. ഓക്കെ. ഇത് ചിക്കൻ ബിരിയാണി. ഇച്ചിരി മതി, ഒത്തിരി വേണ്ട. മതി. മറ്റേത് പ്രോൺ. അത് കിഴിപ്പൊറോട്ടയാണ്. മറ്റേത് തുറന്നു. എൻ്റെ പ്രോൺ ഒരെണ്ണമായിട്ട് ട്രൈ ഇരിക്കണം. പ്രോൺ ഇട്ടാലല്ലേ പ്രോൺ ബിരിയാണി എന്ന് പറയാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മുടെ സാലഡും അതങ്ങ് എടുത്തോ. അതങ്ങ് തുറന്നു മതി.
സാലഡും റൈത്തയും കൂടെ ഓരോന്നോരോന്ന് പൊട്ടിച്ചു. ഭംഗിയിടണോ? ആ, ഒരെണ്ണം എടുത്താൽ മതി, പിന്നെ ഒരെണ്ണം വൈകിട്ടത്തെ എടുക്കാമല്ലോ. യെസ്. ഹൈ പോരെ? അച്ചാർ. എനിക്ക് അച്ചാർ കൂടില്ല. അപ്പോൾ എല്ലാ ഫുഡ് കൂട്ടും കുറച്ച് കുറച്ച് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊന്ന് കഴിച്ച് നോക്കാം. അപ്പം നമുക്ക് നല്ല റിവ്യൂവും പറയാമല്ലോ. നല്ലതാണെങ്കിൽ നല്ലതെന്ന്, ചീത്തയാണ് ചീത്തതെന്ന് ഞാൻ പറയും. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ സ്വഭാവം. അപ്പോൾ ഞാൻ റിബൽ എന്നുള്ളൊരു സിനിമയുടെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു 2-3 ദിവസം എടുക്കും ഒരു സിനിമ ഞാൻ കണ്ടില്ല. കാരണം എനിക്ക് ഒത്തിരി വേറെ വേറെ പരിപാടിയുണ്ട്. ഗാർഡനിൻ്റെ ഇടയ്ക്കൊക്കെ ഗാർഡനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്നാണ്. അപ്പം നമ്മൾ TV കണ്ടുകൊണ്ട് നമ്മുടെ സമയം, അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാവേ. അപ്പം ഞാൻ ചിക്കൻ ബിരിയാണി, പ്രോൺ ബിരിയാണി, കിഴി പൊറോട്ട, പഴംപൊരി ബീഫ്, പിന്നെ അച്ചാർ, സാലഡ്, അത് റൈത്ത, അതാണ് എടുത്തേക്കുന്നത്. അപ്പം പ്രോൺ ബിരിയാണി കഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ മധുരം നല്ല സൂപ്പറായിരുന്നു. അതിൻ്റെ എന്താ പറയുക, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ സ്പീക്കർ ഓഫായിപ്പോയി. ഞാൻ അറിഞ്ഞില്ലായിരുന്നു, ഞാൻ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക്. അപ്പം അതുകൊണ്ടാണ് ആ റിയൽ കോൺവെർസേഷൻ നിങ്ങൾക്ക് കിട്ടാത്തത്. പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എല്ലാ മീറ്റും, അതായത് ചിക്കനും ലാമ്പും ബീഫും, ഞാനെല്ലാം വെറൈറ്റി എല്ലാം കൂടെ മേടിച്ചു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കഴിച്ച് നോക്കാൻ എങ്ങനെയുണ്ട് എല്ലാം, എന്നിട്ടുള്ള നമുക്ക് ഫ്യൂച്ചർ ഇനി ഓർഡർ ചെയ്യാൻ അതിന് വേണ്ടിയിട്ട്. അപ്പം എല്ലാം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഒട്ടും എരിവ് കഴിക്കില്ലാത്ത ആളാണെന്ന് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം. എനിക്ക് പറ്റിയ എരിവ് പറഞ്ഞു ചെയ്ത പോലെ തന്നെ എനിക്ക് പറ്റിയ ഉപ്പ് എല്ലാം എൻ്റെ അളവ് അനുസരിച്ചായിരുന്നു. ഞാൻ സാധാരണ ഇങ്ങനെ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ വേർത്തൊലിച്ചാണ് വരുന്നത്, കാരണം എരിവ് കൂടുതലായിട്ട്. ബട്ട് എനിക്കിതെല്ലാം കറക്റ്റ് ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇങ്ങനെ തന്നെ ഇവരുണ്ടാക്കി എല്ലാ ദിവസവും, എല്ലാ വർഷവും, എല്ലാ മാസവും ഇങ്ങനെ തന്നെ കടന്നു പോട്ടെ എന്ന് വിചാരിക്കുന്നു. അവരുടെ സെക്കൻഡ് ബ്രാഞ്ചാണ് ഇത്. കോശത്തും ഒരെണ്ണമുണ്ട്, സീക്രട്ട് അലി എന്ന് പറഞ്ഞ്, എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പം എനിവേ ഞാൻ ഓൺലൈനാണ് റിക്വസ്റ്റ് ചെയ്തത്. വിത്തിൻ 45 മിനിറ്റ്സിനുള്ളിൽ അവർ കൊണ്ടുവരുമെന്നാണ്. പിന്നെ എന്താ പറയുക, ലൈക്ക് നമ്മൾ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തപ്പോൾ കുറച്ച് എന്തൊരു പ്രോബ്ലം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളെല്ലാവരും ഇത് മേടിച്ച് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ബൈ ബൈ.